ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റൂസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദം ആലു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് 500 ഗ്രാം ബേബി പൊട്ടറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് 2 വിസിൽ വെച്ച് കുക്കറിൽ വേവിക്കണം. ഒരു പാൻ വെച്ചിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വൈനയില, 2 ഇലൈച്ചി, 8 വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയത്, 2 സവാള അരിഞ്ഞത്, ഇതെല്ലാം നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇതിനെ ഫ്രൈ ചെയ്യണം. ഇത് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞ് 2 ടൊമാറ്റോ കട്ട് ചെയ്ത് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അത് വഴന്ന് കഴിയുമ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിട്ട് നല്ലതുപോലെ വഴറ്റി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വെന്തിരിക്കുന്ന പൊട്ടറ്റോയുടെ തൊലി നമുക്ക് എടുത്ത് കളയാം. അതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പോർക്ക് വെച്ചിട്ട് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഹോൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മിക്സിയിൽ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, 1/4 ഗരം മസാല ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ചിട്ട് 15 മിനിറ്റ് സ്ലിം ഗ്യാസിൽ ഇതിനെ വേവിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദം ആലൂടെ നല്ലതുപോലെ റെഡി ആയിരിക്കുന്നു. ഇത് വെന്തോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. വേറൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദം ആലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദം ആലു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.